ഹായ് ഗെയ്സ്. അപ്പോൾ HSST ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻലൈറ്റൻമെന്റ് ഹിസ്റ്റോറിയോഗ്രാഫിയിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരെ കുറിച്ചിട്ടാണ്. എൻലൈറ്റൻമെന്റ് കാലത്ത് ചരിത്രം ഒരു പുതിയ രൂപമെടുത്തു അല്ലേ? ഈ സമയത്തുള്ള ചരിത്രകാരന്മാരെയാണ് നമ്മൾ ഫിലോസഫർ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്. പഴയ ഡോഗ്മാസ് ചരിത്രത്തിനൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം ഇവര് എഴുതുകയായിരുന്നു. ചരിത്രത്തിന് പുതിയൊരു രൂപം നൽകുകയായിരുന്നു. ഈ ചരിത്രം യുക്തിയെ അടിസ്ഥാനമാക്കിയാണ് എഴുതപ്പെട്ടത്. ചിന്തയ്ക്ക് വളരെയധികം ഒരു സ്വാതന്ത്ര്യവും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത്. ഇവര് മതാധിപത്യത്തെ പാടെ എതിർത്തു. അതുപോലെ തന്നെ സയന്റിഫിക് അപ്രോച്ച് ഹിസ്റ്ററി രചനയിലേക്ക് അപ്ലൈ ചെയ്തു. പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. ഇദ്ദേഹം കാലാവസ്ഥയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചു പഠിച്ചു. ലോസ് ആൻഡ് സൊസൈറ്റി ഹിസ്റ്ററിയെ ബാധിക്കുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞു. സാമൂഹിക ഘടകങ്ങൾക്ക് ഇദ്ദേഹം പ്രാധാന്യം നൽകി. വേറൊരു ചരിത്രകാരനാണ് ഡേവിഡ് ഹ്യൂം. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എഴുതിയത് ഡേവിഡ് ഹ്യൂം ആണ്. മനുഷ്യ സ്വഭാവം ചരിത്രത്തിൽ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിലോസഫിക്കൽ ഹിസ്റ്ററി വികസിപ്പിച്ചെടുത്തത് ഡേവിഡ് ഹ്യൂം ആണ്. അടുത്തൊരു ചരിത്രകാരനാണ് എഡ്വേർഡ് ഗിബൺ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ. ഇതിലൂടെ അദ്ദേഹം മതത്തെ വിമർശിക്കുകയും കാരണഫല ബന്ധം വിശദീകരിക്കുകയും ചെയ്തു. എൻലൈറ്റൻമെന്റ് ഹിസ്റ്ററിയുടെ വലിയൊരു നേട്ടമാണ് എഡ്വേർഡ് ഗിബന്റെ ഈ ചരിത്രരചന. അടുത്തൊരു ചരിത്രകാരനാണ് ഡെന്നിസ് ഡിയോഡററ്റ്. അദ്ദേഹം എൻസൈക്ലോപീഡിയയുടെ നിർമ്മാണം നടത്തി. അതുപോലെ തന്നെ അറിവ് എല്ലാവർക്കും ലഭ്യമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. നോളേജ് വളരെയധികം സ്പ്രെഡ് ചെയ്യുകയും ഇദ്ദേഹം ചരിത്രരചനയിൽ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ചരിത്രകാരനാണ് ടർഗോട്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പ്രോഗ്രസ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. മനുഷ്യൻ പുരോഗമിക്കുന്നു, അതായത് ലീനിയർ ഡെവലപ്മെന്റിലൂടെ ചരിത്രം ഡെവലപ്പ് ചെയ്യുന്നു എന്നൊരാശയം. അടുത്തതാണ് ഈ എല്ലാ ചരിത്രകാരന്മാരും റീസണെയും പ്രോഗ്രസിനെയും സയന്റിഫിക് അപ്രോച്ചിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചരിത്രരചന നടത്തിയത്. ഈ ചരിത്രരചനയില് ഒരു കെട്ടിച്ചമച്ച മെത്തായ ഹിസ്റ്ററിയിൽ നിന്ന് പുതിയൊരു മാറ്റമായിരുന്നു ഇത്. ഈ ലീനിയർ ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്രം മുന്നോട്ട് പോകുന്നു, അതായത് സൈക്ലിക്കൽ ആശയം പാടെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു ചരിത്രരചന. ഈ ലീനിയർ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് ചരിത്രത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് എൻലൈറ്റൻമെന്റ് ചരിത്രത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ചരിത്രത്തെ ശാസ്ത്രീയമാക്കി മനുഷ്യജ്ഞാനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി ചരിത്രത്തെ. അതുപോലെ തന്നെ ആധുനിക ചരിത്ര ചിന്തയ്ക്ക് അടിസ്ഥാനം നൽകിയതും ഈ എൻലൈറ്റൻമെന്റ് ചരിത്രകാരന്മാരാണ് കേട്ടോ. ഈ ഹിസ്റ്ററിയുടെ ഒരു ഡെവലപ്മെന്റ് ആണ്. ഈ ദൈവ ഇടപെടല് അവർ പൂർണ്ണമായി നിരസിച്ചു. ചരിത്രത്തിന് ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പുതിയ മുഖം നൽകി. അതുപോലെ തന്നെ മതാധിപത്യത്തെ ചോദ്യം ചെയ്യുകയും ഇവരുടെ ഒരു അന്ധവിശ്വാസത്തെ എതിർത്തുകൊണ്ട് സമൂഹത്തെ പുതിയൊരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയെടുക്കുകയും എൻലൈറ്റൻമെന്റ് ചരിത്രകാരന്മാര് ചെയ്തിട്ടുണ്ട്. ഈ എൻലൈറ്റൻമെന്റ് ചരിത്രരചന റീസണിന്റെയും സയൻസിന്റെയും ഒരു മിംഗ്ലിംഗ് ആണ്. അതുപോലെ തന്നെ ചരിത്രം എന്ന് പറയുന്നത് ഇന്റർപ്രിറ്റേഷന്റെയും അനാലിസിസിന്റെയും ഒരു കൂടിച്ചേരലാണെന്നും എൻലൈറ്റൻമെന്റ് ചരിത്രകാരന്മാർ വാദിച്ചു. മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നതും ഈ എൻലൈറ്റൻമെന്റ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സുമായി കാണാം. അതുവരേക്കും ബൈ.